കൂട്ടുകാരൻ നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ നമ്മുടെ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും ആ ഒരു ആദ്യ രാത്രി എന്നുള്ള ഒരു സ്വപ്നം അത് നമ്മുടെ രാധികാമ്മ കൈയോടുകൂടി തന്നെ എന്താ പറയുക മുളയിലേ നുള്ളിക്കളഞ്ഞു എന്ന് പറയില്ലേ, ആ ഒരു സെയിം തന്നെ രീതി നമ്മുടെ രാധികാമ്മ നമ്മുടെ ഗോവിന്ദും ഗീതും ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ പുതിയൊരു കൽപ്പനയാണ് അവിടെ ഉത്തരവിടുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് നമ്മുടെ അവരുടെ ഡിവോഴ്സിൻ്റെ ഹിയറിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു ലാസ്റ്റത്തെ ഹിയറിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിയുന്നത് വരെ ഇനി രണ്ടുപേരും രണ്ട് മുറിയിലായിരിക്കണം താമസമെന്ന്. അപ്പോൾ ഇത് കേട്ടപാടെ നമ്മുടെ ഗോവിന്ദിൻ്റെ ഫ്യൂസ് ഉരി പോകുന്നൊരു രംഗം തന്നെയാട്ടോ. വേറെ നല്ല നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മുടെ ഫസ്റ്റ് നൈറ്റിനുള്ള മുറി അലങ്കരിക്കൽ പരിപാടിയും എല്ലാം ആയിട്ടിങ്ങനെ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളിലായിരുന്നു ഇരുവരും. അപ്പോഴാണ് നമ്മുടെ രാധികാമ്മയുടെ ഇടുത്തി പോലെയുള്ള ഈ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയയും ഇതിനോടിങ്ങനെ എന്താ പറയുക രാധികാമ്മയ്ക്ക് കൂട്ടായിട്ട് വരുന്നുണ്ട്. പ്രിയയും പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആകണം, ഇതും എൻ്റെയും കൂടി തീരുമാനമാണ്, ഇതനുസരിച്ചില്ലെങ്കിൽ ഞാൻ വിനോദേട്ടൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് നമ്മുടെ പ്രിയയും ഭീഷണി പോലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗീതുവിനും ഗോവിന്ദനും അനുസരിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായിരിക്കും ഇനി നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ആ ഒരു ആദ്യ രാത്രിയിൽ നിന്നും പിന്മാറാനും തയ്യാറല്ല. നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും പ്രിയയുടെ അടുത്ത് പോയി സമ്മതിപ്പിക്കുക, എങ്ങനെയെങ്കിലും നമ്മുടെ ആദ്യ രാത്രി ഇന്ന് നടക്കണമെന്ന് നമ്മുടെ ഗോവിന്ദും പറയുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ രാധികാമ്മയുടെ ആ ഒരു തീരുമാനത്തിന് മുന്നിൽ രണ്ടുപേരുടെയും ആ ഒരു ആദ്യ രാത്രി അവിടെ വെച്ച് നിന്ന് പോകുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയയുടെ സമ്മതപ്രകാരം ഇവർക്ക് ഒന്നിക്കാൻ സാധിക്കുമോ? ഇനി എങ്ങനെയൊക്കെ ഈ കഥ തീരും? നമ്മുടെ രാധികാമ്മയ്ക്ക് നമ്മുടെ ഗോവിന്ദോ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി ഒരിക്കലും നമ്മുടെ ഗീതുവിനെ ഭാര്യയായി സ്വീകരിക്കില്ല എന്ന്. ആ ഒരു തീരുമാനം നമ്മുടെ ഗോവിന്ദിനെ എങ്ങനെയായിരിക്കും തിരുത്താൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകരെ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.